ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ പവിത്രം സീരിയലിലെ വേദയുടെയും വിക്രമിൻ്റെയും പുതിയ വിശേഷത്തിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ വേദ ശ്രീജയുടെ അടുത്ത് ചോദിച്ച് നമ്മുടെ വിക്രമിൻ്റെ പഴയകാല കഥകൾ ഓരോന്നായിട്ട് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴാണ് മാഷും വിക്രമും തമ്മിൽ ഇത്രയേറെ ശത്രുത വരാനുണ്ടായ സംഭവം ശ്രീജ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ഒരു ദിവസം വിക്രം കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അന്ന് ഫുഡ് വേണ്ട, ഫ്രണ്ടിൻ്റെ കണക്കായിട്ട് ബിരിയാണി മേടിച്ച് തരിക, ഞങ്ങൾ 10 പേര് കൂടെ പോവാണ്. അപ്പം ഒരാൾക്ക് എത്ര രൂപ വെച്ച് അവൻ മുടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ 70 രൂപ വെച്ചിട്ട് 700 രൂപ മുടക്കുകയാണ് അച്ഛാന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അവൻ ചെയ്യുകയാണെങ്കിൽ ഇനി നാളെ ഏതെങ്കിലും ദിവസം നീ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് മോൻ പോകണ്ട, മോൻ ഇവിടെ നിന്ന് ചോറ് കൊണ്ടുപോയാൽ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞു, അല്ല അച്ഛാ എല്ലാവരും പോവാണ്. അപ്പോൾ കമല പറഞ്ഞു, അവൻ പൊക്കോട്ടെ മാഷി എന്ന് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക. എന്നിട്ട് ശ്രീജയുടെ അടുത്ത് അവൻ്റെ ചോറ് റെഡിയായെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ട് ചോറ് എടുക്കണം. അപ്പോൾ വിക്രം ബാഗ് കൊടുക്കുന്നില്ല. ബാഗിൽ ഞാൻ വെച്ചോളാം അച്ഛാ, അതെന്താ നീ ബാഗ് ഒളിച്ചു പിടിക്കുന്നത്, ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് മാഷ് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സിഗരറ്റ് പാക്കറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ മാഷിന് മനസ്സിലായി അവൻ സ്മോക്ക് ചെയ്യുന്നുണ്ടെന്ന്. എന്നിട്ട് ആ സിഗരറ്റ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മയക്ക് മരുന്ന് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിക്രം അന്ന് രാവിലെയാണ് അത് കാണുന്നത്. ബാഗ് എടുത്ത് ബുക്ക് എടുത്തപ്പോൾ അതിനകത്ത് ഇരിക്കുന്നത് വിക്രം കണ്ടത്. പക്ഷേ എത്ര പറഞ്ഞിട്ടും മാഷിനത് മനസ്സിലാവുന്നില്ല. മാഷ് പറയണ വിക്രം ഈ കൂട്ടുകെട്ടിൽ പെട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നാണ് മാഷ് പറയുന്നത്. ഒരു നിമിഷം അവന് വിക്രമിന് പറയാനുള്ളത് മാഷ് കേൾക്കാനായിട്ട് ചെവിക്കൊണ്ടില്ല. ഒരുപാട് മാഷ് തല്ലാണ്. ആ അടിയൊക്കെ നിന്നുകൊണ്ട് പറയുന്നത് കൂട്ടാക്കാൻ അച്ഛൻ തയ്യാറാവാത്തതുകൊണ്ട് വിക്രം അതെല്ലാം അടി കൊണ്ടു. അപ്പോൾ അന്ന് രാത്രി ആയപ്പോൾ ചോറ് കഴിക്കാനായിട്ടിരുന്നപ്പോൾ മാഷിന് ഇറങ്ങുന്നില്ല. അപ്പോൾ വിക്രം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ വായനശാല വരെ പോയിക്കാണെന്ന് കമല പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഓരോ സ്വഭാവ രീതികളും നീ കണ്ടില്ല മാഷെ, സത്യം ഇതാണ്. മാഷത് കേൾക്കാൻ കൂട്ടായില്ല. ആരും അവൻ്റെ ബാഗിൽ വെച്ചു, എങ്ങനെ വന്നു എന്നുള്ളത് അവൻ അറിയില്ല. കോളേജിൽ പോയിട്ട് അത് തിരക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ മാഷിന് പിന്നെ ഒന്നും പറയാനില്ല. സത്യാവസ്ഥ മനസ്സിലാക്കി അത് കേൾക്കാൻ പോലും നിൽക്കാണ്ട് കുറേ തല്ലി. ഞാൻ തല്ലിയത് അവന് വേദനിച്ചു, കുഴപ്പമില്ല അവന് വേദനിച്ചു കമല പറഞ്ഞു. പക്ഷേ അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് കമലയുടെ അടുത്ത് വിക്രം പറഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാഷ് തുടങ്ങണം. ആ സമയത്ത് മെസ്സേജ് വരികയാണ് ഫോണിൽ മാഷിൻ്റെ. എടുത്ത് നോക്കുമ്പോൾ അന്ന് വിക്രം കോളേജിനകത്ത് ഉണ്ടാക്കിയ അടിയുടെ വീഡിയോ ആണ്. ഇത് കണ്ടപ്പോൾ മാഷ് ചോദിച്ചു, ഇതാണോ നിൻ്റെ മോൻ സത്യസന്ധനും നല്ല കൂട്ടുകെട്ടിലും ആണെന്ന് നീ ഇത്രയും നേരം പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നത്? കാണും നിൻ്റെ മോൻ്റെ ഓരോ വിക്രിയങ്ങളെന്ന് പറഞ്ഞിട്ട് ആ ചോറെടുത്ത് അങ്ങോട്ട് മാറ്റി എറിയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് രാത്രിയായിട്ടും വന്നില്ല. അങ്ങനെ നമ്മുടെ കമല കാത്തിരിക്കുകയാണ്. വിക്രമിനെയും കാണാനില്ല, മാഷിനെയും കാണാനില്ല. അങ്ങനെ അവർ കുറേ കഴിയുമ്പോൾ വിക്രം വരുമ്പോൾ കമല ദേഷ്യപ്പെട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നിൻ്റെ അച്ഛൻ്റെ ഫോണിൽ വന്ന വീഡിയോ ആണ്. ആ മനുഷ്യൻ ആ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഫോണ് പോലും എടുക്കാണ്ട് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിച്ച വിക്രം നീ ഒരിക്കലും ഗതി പിടിക്കില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വിക്രം പറയാൻ ശ്രമിച്ചെങ്കിലും കമല അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് ശ്രീജ വിക്രമിനോട് ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു, ഏട്ടത്തി ഞാൻ രാവിലെ ബുക്ക് എടുത്തപ്പോഴാണ് അത് കാണുന്നതെന്നും അത് ഞാൻ ആരാ വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ പോയപ്പോഴാണ് അതറിഞ്ഞത്, എൻ്റെ കൂട്ടുകാർ എന്നെ ചതിച്ചതാണെന്ന്. അങ്ങനെ വിക്രമിന് ആകെ ഇതായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ തല്ലിയൊക്കെ ചെയ്ത് ആകെ വീട്ടിലെല്ലാവരും മുമ്പിൽ നാണം കിട്ടല്ലോ. അങ്ങനെ വിക്രം കോളേജിൽ പോയ ദിവസം ഇത് ചെയ്തവരെ കൂടെ അടിയുണ്ടാക്കിയതാണ് ആ വീഡിയോ വന്നത്. അങ്ങനെ ആ അടിയുണ്ടാക്കിയവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അന്ന് രാത്രി നേരെ ഇരുട്ടി വെളുത്തല്ലോ, ആ സമയത്ത് വീട്ടിലോട്ട് വരാണ്. കുറേ ഗുണ്ടകളെയും കൂട്ടി അവന്മാരെല്ലാവരും കൂടെ വരികയാണ്. അപ്പോൾ വിക്രം അകത്തായിരുന്നു. അപ്പോൾ കമല വന്നു. കമല ഒന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പം വിക്രം ഇല്ലയെന്ന് ചോദിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അവന്മാർ ഇടിച്ച് വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ കമല പറഞ്ഞു, അകത്തിടിച്ച് കയറേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, പുറത്ത് നിന്നെന്ന് പറയും. അപ്പോഴേക്കും വിക്രം വരികയാണ്. വിക്രം പറഞ്ഞതും പിന്നെ അവിടെ അടിയുടെ പൂരമാണ്. കമല തടയുന്നുണ്ടെങ്കിൽ അടി വിക്രമിന് കുറേ കിട്ടും. കാരണം ഒരുപാട് പേരായിട്ടാണ് അവന്മാർ വന്നത്. അടിയോടടി. ആ സമയത്ത് ശ്രീജ ഓടി ചെന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ മാഷ് വന്ന് മാഷ് പിടിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിൽ മാഷിൻ്റെ തലയിൽ കമ്പി കൊണ്ട് ഒരൊറ്റ അടിയായതോ ഒരു ഗുണ്ട അടിക്കണം. അങ്ങനെ മാഷ് നിലത്ത് വീഴണം. ഇത് കണ്ട വിക്രം പിന്നെ ഒന്നും നോക്കില്ല, മുന്നും പിന്നും നോക്കാണ്ട് വിക്രം എടുത്തിട്ടൊരു അലക്കാണ് അവിടെ. അങ്ങനെ ആ അടിപിടി അങ്ങനെയായി. അങ്ങനെ മാഷിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് സ്കാനൊക്കെ ചെയ്തു. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ട് വീട്ടിലോട്ട് വന്ന്, ഇനി എൻ്റെ മുന്നിൽ നീ വരരുതെന്ന് പറഞ്ഞ് മാഷ് വിക്രമിനെ ആട്ടി ഇറക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വിക്രമിനെ കുറ്റപ്പെടുത്താണ്. എന്താണിത്, നീ എന്തിനാ ഇങ്ങനത്തെ ചീത്ത കൂട്ടുക
കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് എല്ലാവരും അമ്മ ഉൾപ്പെടെ വിക്രമിനെ ഒരുപാട് ശകാരിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാഷിൻ്റെ റിട്ടയർമെൻറ്റ് ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്കൂളിലെല്ലാവരും അതിൻ്റെ ഒരു പാർട്ടി പോലെ മാഷിന് കൊടുക്കുകയാണ്. അങ്ങനെ മാഷ് വീട്ടിൽ നിന്ന് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട് വിക്രമും കൂടെ വരട്ടെ. എന്തിനാ വരുന്നത്, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് പോകാം. അപ്പം പറയാം അങ്ങനെയല്ല, അവനും കൂടെ വരട്ടെ. അങ്ങനെ വിക്രമിനെയും കൂട്ടി എല്ലാവരും കൂടെ ആയിട്ട് അവർ പോവാണ്, ആ ഒരു ചടങ്ങിന് പോവാണ്. അങ്ങനെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് പോലീസ് വരണം. ഇത് കണ്ടത് സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവിടെ സ്കൂളിൽ വെച്ചിട്ടാണല്ലോ മാഷിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. കുട്ടികൾ പോലീസുകാരെ കണ്ടപ്പോൾ കിടന്ന് ആർത്ത് വിളിയാണ്. അപ്പോൾ മാഷിൻ്റെ അടുത്ത് പോലീസുകാർ ചെന്നിട്ട് അതിൽ SI പറയും ഇങ്ങനെ വിക്രമിൻ്റെ പേരിൽ മയക്കുമരുന്നിൻ്റെ പേരിൽ ഒരു കേസുണ്ടെന്നും, അപ്പോൾ അത് കൂടാണ്ട് അതിൻ്റെ പേരിലുണ്ടായ അടിയിൽ ഒരാളെ അടിച്ച് അവശതയാക്കി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്തൊക്കെയാണെന്ന് പറയും. ഇത് കേട്ട മാഷ് നേരെ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രമിൻ്റെ ചെകിടത്ത് അടി കൊടുക്കുകയാണ്. എന്നിട്ട് പോലീസിനെ പിടിച്ചേൽപ്പിക്കുകയാണ്, അവൻ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ്. ആ ഒരു സംഭവം മാഷിനെ സംബന്ധിച്ചൊരു വലിയ ഒരു ഇതായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ സ്കൂളിൽ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപന സേവനം നടത്തിയിട്ട് ആ ദിവസം റിട്ടയർമെൻറ്റ് ആവുന്ന ദിവസം ഇറങ്ങേണ്ടി വരുമ്പോൾ ഇങ്ങനെ സ്വന്തം മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് അദ്ദേഹം വിലപിക്കുകയായിരുന്നു. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും വിക്രമിനെ കണ്ട് പഠിക്കണം, വിക്രമാണ് നിങ്ങളുടെ മാതൃക. ആ മാഷ് തന്നെ സ്കൂളിൽ കുട്ടികളുടെ അടുത്ത് പിന്നെ പറഞ്ഞു അവനെ കണ്ട് പഠിക്കരുത് നിങ്ങൾ, അവൻ ഈ ലോകത്തിലെ തന്നെ ഒരു വലിയ ഗുണ്ടയാണെന്നും അവനെ കണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതോടുകൂടി വിക്രം ജയിലിലായി. അങ്ങനെയാണ് അച്ഛനും മകനും തമ്മിൽ തെറ്റി വരുന്ന ആ ഒരു അവസ്ഥ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അപ്പോൾ വേദ വിക്രമിനോട് ശ്രീജയോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് അച്ഛൻ ഒരു പക്ഷേ കേട്ടിരുന്നു എങ്കിൽ വിക്രമിന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. കാരണം വേദയ്ക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. കാര്യം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് വിക്രം ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ളത് ശ്രീജയ്ക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. പക്ഷേ മാഷ് അത് കൂട്ടാക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യ തെളിവുകൾ വിക്രമിനെതിരെയായിരുന്നു. 2-3 പ്രാവശ്യം തന്നെ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് അത് കണ്ടത് മാഷ് തന്നെയാണ്. അപ്പോൾ പിന്നെ പോലീസ് കേസെടുത്ത് അറസ്റ്റിന് വരുമ്പോൾ അത് ഇല്ലയെന്ന് പറഞ്ഞ് വാദിക്കാൻ പറ്റില്ലല്ലോ. കാരണം വിക്രമിൻ്റെ കയ്യിൽ അത് കണ്ട് തെളിവ് സഹിതം മാഷ് കണ്ടതാണ് നേരിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കേസ് അങ്ങനെയായി. അതോടുകൂടി പിന്നെ വിക്രമിൻ്റേതായിട്ടുള്ള ഒരു വഴിയിലോട്ട് തിരിഞ്ഞു. ഈ ഒരു കഥ കേട്ട് വേദയ്ക്ക് വല്ലാത്ത പ്രയാസമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ രാധയുടെ ഫാമിലിയുടെയും കഥകൾ പറഞ്ഞു. അപ്പോൾ എല്ലാം കേട്ട വേദ ഇനി നല്ല രീതിയിൽ വിക്രമിനെ മാറ്റിയെടുക്കണം. കാരണം ഇത്രയും നല്ല സ്വഭാവവും നല്ലൊരു ഇതുമുള്ളൊരു വ്യക്തിയാണ് വിക്രം എന്നുള്ളത് വേദ ആ നിമിഷമാണ് തിരിച്ചറിയുന്നത് കൂടുതലായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ചയിൽ ഇനി കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ പിന്നെ ഇതിനിടയിൽ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടാവുകയാണ്. നമ്മുടെ വിശ്വത്തിൻ്റെ കമ്പനിയിൽ കുറച്ച് പൈസ അവിടുത്തെ മാനേജറിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ 6 മാസത്തെ സാലറി തരാമെന്ന് MD-യോട് സംസാരിക്കാമെന്നും പറഞ്ഞാണല്ലോ വിശ്വത്തിനെ വിട്ടത്. പക്ഷേ ഇവർ എല്ലാവരും കൂടെ ശ്രീകാന്തും ടീം എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വിശ്വത്തിനെ എതിരെ പൈസ വെച്ചിട്ട് അവനെ കൊടുക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ വിശ്വത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് അടുത്ത ആഴ്ചയിൽ വരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ശ്രീജയുടെയും വിശ്വത്തിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു സംഭവ വികാസമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ ശ്രീകാന്തും ടീമും കൂടെയാണ്. കാര്യം എന്ന് വെച്ചാൽ വിനായകനെയും വിശ്വത്തിനെയും അവരുടെ കയ്യിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് വെച്ച് അവരെ കയ്യിലെടുത്തുകൊണ്ട് അവരെ വീടിനെതിരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെതിരെ കളിക്കണമെന്നും അതിനെ തുടർന്ന് വേദയെ ആ വീട്ടിൽ നിറക്കി പുറത്തു കൊണ്ടുവന്ന് അവരിലോട്ട് എടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ അത് വിശ്വത്തിനെതിരെ കേസാവുകയും വിശ്വത്തിനെ ആ കമ്പനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ പൈസ വിശ്വം എടുത്തു എന്ന പേരിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് പവിത്രം സീരിയൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വിക്രമിനും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഓരോ എപ്പിസോഡിൻ്റെ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.